ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഹായ്. അവർ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്താ സംഭവം എന്നല്ലേ ഇപ്പൊ കാണിച്ചു തരാട്ടാ. ഇതാണ് നമ്മൾ കാണിക്കാൻ പോണ സാധനം കേട്ടോ. അതെ, എന്താ സംഭവം കണ്ടോ? കൂണ് മിനിഞ്ഞാന്ന് ഇടി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടി പൊട്ടിയപ്പോൾ അവിടെ നിന്ന് ആ ഇടിയുടെ സൗണ്ടിൽ പൊങ്ങി വന്നതാണ് സുഹൃത്തുക്കളെ. കാണൂ, കൂണ് കൃഷി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കാലത്ത് ചെറിയ മുട്ടുകളായിരുന്നു, അപ്പോൾ മൂടി വെച്ചതായിരുന്നു കേട്ടോ. ഇതേ മൂടി വെച്ചതായിരുന്നു. ഇപ്പോൾ പറിക്കാമെന്ന് വെച്ചു. കാരണം കാലത്ത് മൂടി വെച്ചാണ് ഇത്തിരി വലുതാവട്ടെ എന്ന് പറഞ്ഞിട്ടേ ക്ഷീണമ പറഞ്ഞ് പറിക്കണ്ടാന്ന്. അപ്പോൾ ശരിയെന്ന് നോക്കെ പറഞ്ഞിട്ട് മൂടി വെച്ചതായിരുന്നു. ഇനി പറിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, നാളേക്ക് കേട് വരും. അപ്പോൾ ഇന്ന് പറിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇതുപോലെ കിട്ടാറുണ്ടോ? ഇതിൽ കിട്ടിയിട്ടുണ്ടോ? നമ്മൾക്ക് ഇതിൽ കിട്ടാറുണ്ട് കേട്ടോ. ഇതാണ്ടാ ഇത്രയും സാധനം പറിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കാണിച്ചു തരാം. അപ്പോഴേക്കും മഴ വന്നു. എന്തായാലും മഴ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഉള്ളിലേക്ക് പോവുകയാണ്. മഴ പോയി കഴിഞ്ഞിട്ട് നമുക്ക് പറിക്കാം കേട്ടോ. ഓക്കെ. മഴ വന്ന സുഹൃത്തുക്കളെ, അപ്പോൾ മഴ ഇതിന് വേറെ വഴിയില്ല. മഴ പോയി കഴിഞ്ഞ ശേഷം നമുക്ക് പറിക്കാം. ഓക്കെ. അതേ മഴയത്ത് നമ്മുടെ പൂക്കൾ കാണാം. പൂക്കാലം നമ്മൾ പല പലയായിട്ട് പൂത്തുന്നൊക്കെ ഉണ്ട്. നമ്മുടെ പൂവ് മഴയാണ്. അപ്പോൾ മഴ വന്നു, അത് കാരണം പുതിയ. അപ്പോൾ മഴ പോയ ശേഷം നമ്മൾ പറിക്കുന്നതായിരുന്നു. കുറച്ചുകൂടി പറിക്കാനുണ്ട്. പറിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഓടിപ്പോയി പറിക്കാൻ പോയത്. വൈകുന്നേരം ആകുമ്പോഴേക്ക് പറിക്കാൻ വേണ്ടി പോയതാണ്. മഴ വന്നപ്പോൾ ഓടി ഇങ്ങോട്ട് വന്നു. ഈ മഴ പോയി കഴിഞ്ഞിട്ട് പറിക്കാം. ഞാൻ ബാക്കി അപ്പെടുത്തടാം. മഴ പോയി കഴിഞ്ഞത് ഞങ്ങൾ നേരെ പറിക്കാൻ പോകണ്ട. ഇനി കുറച്ചും കൂടി ഉണ്ട്. ഇത് പറിക്കുമ്പോൾ ശരിക്കും സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ പറിക്കാൻ പോകും കേട്ടാ. ഇവിടെ കുറച്ചുകൂടി ഉണ്ട്. ഞങ്ങൾ കാലത്ത് കുറേ പറിച്ചു, പക്ഷെ വീഡിയോ എടുക്കുന്നതാന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തില്ല. ഇതെന്താ ഇവിടെ കുറച്ചില് അവിടെയൊക്കെ ഉണ്ട്. ക്ഷീണമെന്ന് പറഞ്ഞു വീഡിയോ എടുക്കേണ്ട ആൾക്കാർ കണ്ട ഇതാവും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു കണ്ടന്റ് അല്ലേ, നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടേ വർഷം ഞങ്ങൾക്ക് കിട്ടാറുണ്ട് കേട്ടോ ഇവിടുന്ന്. കാരണം ഞങ്ങൾ തേടിപ്പോണ്ട കാര്യമൊന്നുമില്ല. ദൈവം കനിഞ്ഞു തരുന്നുണ്ട്. പ്രകൃതി നമ്മൾക്ക് കനിഞ്ഞു തരുന്ന ഒരു നല്ലൊരു ഇനം അല്ലേ? ഇതേപോലെ വേറൊന്നും നമുക്കില്ല. പ്രകൃതി തരുന്ന ഏറ്റവും അതണ്ട നമ്മുടെ തൊട്ട് വേരി തന്നെയാണ് കേട്ടോ. നമുക്ക് അങ്ങനെ സംഭവമുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, വലുതൊക്കെ പറിക്കാം. കൈയൊക്കെ നോക്കിയിടണേ. കാരണം വെയിലിൻ്റെ ഉള്ളിൽ ഞാനപ്പോഴേ പറിക്കാൻ പറഞ്ഞപ്പോൾ ഇന്നലെ അല്ല രാവിലെ പറഞ്ഞേ മുട്ടാണ് വിരിഞ്ഞിട്ട് പറിച്ചാൽ അപ്പം നമുക്ക് കൂടുതലായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞു വിട്ടു. ഇപ്പോൾ പറയണേ ഒക്കെ വിരിഞ്ഞു വിട്ടാണ്. ഉണ്ടോ ചവിട്ടി കേട് എടുത്തത് കാലിൽ ചൂട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നാളേക്ക് ആവും. എവിടെ ഉണ്ടോ ഇതിനുള്ളിലൊന്നും കാലിൽ ചൂട്ടിലാണ് ചവിട്ടി കേട് എടുത്തത്. ഇതിനുള്ളിലൊന്നും നിൽക്കുന്നുണ്ടോ? ഒളിഞ്ഞ് നിൽക്കുന്നുണ്ടോ? നിൽക്കുന്നു. പറക്കത് അത് നാളേക്ക് തിരിയുന്നേ. എന്താ നോക്കിയ സ്നേഹമില്ല. ഇവിടുത്തെ ഇത് നാളേക്കാ? ഇത് നാളേക്കോ? ഇതിന് അതെയോ? ഉള്ളിൽ വിരിഞ്ഞു വന്നില്ലല്ലോ. ദേ അതിനുള്ളിൽ അത് ഓലിൻ്റെ അവിടെ. ദേ അപ്പുറത്ത് ആവണം. ഉള്ളിലേക്ക് കൈ നീട്ടി പറിക്കുകയാണ് ക്ഷീണമോ. അതിനുള്ളിൽ ബോയ്സ്. ഹായ് സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ഇടി പൊട്ടിയിട്ട് നമ്മുടെ വേലിയോരത്തുണ്ടായ സാധനങ്ങളാണ് കേട്ടോ. പ്രകൃതി നമുക്ക് അനിയതാണ്. പക്ഷേ കാരണം ഞങ്ങൾ കുറേ പറിച്ചു, ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ കാണുന്നത് നമ്മുടെ കാന്താരി. ഇത് നമ്മുടെ കാന്താരി കേട്ടോ. ക്ഷീണമല്ല കേട്ടോ, ക്ഷീണമല്ല കാന്താരി. ഈ നിൽക്കുന്നത് കാന്താരി. ഇതേ ഉയരത്തിൽ കാന്താരി നമ്മൾ വളർന്നു വന്നിരിക്കുന്നുണ്ടോ. നല്ല കാന്താരി മുളക് കേട്ടോ. ഈ കാന്താരി മുളകുണ്ട്. ഇതേ നമ്മൾ വെച്ച താമര ഇതിലിടയ്ക്ക് പൂക്കാറുണ്ട്. ഇപ്പോൾ മഴ ചെയ്തു, ഇപ്പോൾ പൂത്തിട്ടില്ല. അപ്പോൾ സുമാർ നമ്മുടെ പറിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിനി നേരെ പോട്ടെ. വേസ്റ്റ് ഒന്നും കാണിക്കരുത്.
അവിടെ ഇത് അപ്പോൾ ഇവിടെ കുറച്ചുണ്ട് പറഞ്ഞിട്ട് വെയിലിൻ്റെ ഇങ്ങേ സൈഡും കുറച്ചുണ്ട് ദേ ഇവിടെ കാണുന്നുണ്ടേ. അപ്പോൾ നമുക്ക് അതുകൂടി കുറയ്ക്കണം. ഞാൻ കാലത്ത് അതിൻ്റെ ഉള്ളിൽ പോയതാണ്. സിനിമ തന്നെ പോകണം. വേലിക്കുള്ളിലേക്ക് നൂന്ന് കയറിപ്പോകും. നടത്തോ. അപ്പോൾ നമ്മൾ ആ വേലി വരത്ത് ആ സൈഡിൽ നിന്നാണ് ഇപ്പോൾ പറിച്ചത് കേട്ടോ. അവിടെ നിന്ന് പറിച്ച് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ വേലിൻ്റെ ഇങ്ങേ സൈഡ് കുറച്ചെന്നുണ്ട്. കാലത്ത് സത്യം പറഞ്ഞാൽ പറിക്കായിരുന്നു. സിനിമ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തായിരുന്നത്. പിന്നെ പോരാത്ത് പറിക്കുന്ന സ്പീഡിൽ അത് വീഡിയോ എടുക്കേണ്ട ഫ്ലോ അങ്ങോട്ട് പോയി. അത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ നമുക്ക് കൊടുത്തു. ഞാനേ ഇത് നോക്കിയാൽ തീനയുടെ ഉള്ളിൽ കൂടെ പോകാൻ നിന്നതാണ്. പക്ഷേ ഇതിൽ കൂടെ പോകാൻ മടിച്ചിട്ട് എനിക്കിട്ട് പണിയുന്നു. ഏത് അല്ലേ അതുകൊണ്ട് എനിക്കിട്ട് പണിയുന്നു. അപ്പോൾ ഞാൻ തന്നെ പോകണം. വേറെ വഴി പോയില്ലെന്ന് ഞാൻ പറിച്ചിട്ടുണ്ട്. ഒരു വീടുമായി ഇത് എനിക്കിട്ട് പണി തന്നാണ്. അതിനുള്ളിൽ കൂടെ പോകുന്നത് കൊണ്ട് എനിക്കിട്ട് പണി തന്നാണ്. അപ്പോൾ ഞാൻ എന്തായാലും പറിച്ചിട്ടിട്ടാ. അപ്പോൾ എനിക്കത് അത്രയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ആ വേലിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് പറിച്ച്. കുഞ്ഞാവയ്ക്കൊന്നും കിട്ടിയില്ലേ. പറിക്കാൻ വന്നാലേ കിട്ടുള്ളൂ. വീട്ടിനുള്ളിൽ ഇരുന്നാൽ കിട്ടത്തില്ല. അപ്പോൾ മഴ നനയണം, വേലിൻ്റെ ഉള്ളിൽ പോകണം, കൈയിട്ട് പോകണം. അപ്പോൾ കൂണ് നമ്മൾ രാവിലെ നിറയെ മുട്ടുണ്ടായിരുന്നു, കണ്ടു കുഞ്ഞാവെ. അപ്പോൾ അതിനെയൊക്കെ മൂടി വെച്ചതായിരുന്നു കേട്ടോ. റോഡ് സൈഡാണേ. അപ്പോൾ കുഞ്ഞാവയ്ക്ക് പറിച്ചോ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട്. കുഞ്ഞാവയ്ക്ക് കൂണ് പറിക്കാൻ അറിയില്ല എന്നാണ് പറയുന്നത്. മോവുള്ളത് പറിക്കണ്ട. ഇത് കൊണ്ടുപോയിട്ട് പാത്രത്തിൽ ഇട്ടു. കൈ കാണിക്കുന്ന കുഞ്ഞാവയ്ക്കുള്ളത് കിട്ടി. കുഞ്ഞാവയ്ക്ക് കൂണ് വറുത്തിട്ട് തരുന്നെന്നാണ് പറയുന്നത്. എനിക്കെന്താ കൂടുതൽ കിട്ടിയ അമ്മ ഞങ്ങൾക്ക് വറുത്ത് തരണം. കുഞ്ഞാവയ്ക്ക് മാത്രമല്ല, കുഞ്ഞാവയും മുത്തും കുഞ്ഞും പറഞ്ഞ് കൂണ് വറുത്ത് തരണം ഞങ്ങൾക്ക് എന്നാണ്. അപ്പോൾ വൈകുന്നേരം ഞാൻ വറുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വേലിയിൽ കൂണ് വന്നപ്പോൾ നമ്മൾ വാഴൻ്റെ ഇലക്ട്രിസിറ്റിക്കാർ വന്ന് ടച്ച് വെട്ടി കേട്ടോ വാഴനെയൊക്കെ. അപ്പോൾ അതിൻ്റെ കൈയൊക്കെ എടുത്തിട്ട് മറച്ച് വെച്ചിരിക്കുകയാണ്. കൂണ് അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ ആൾക്കാർ പോകുമ്പോൾ കാണില്ലേ. അത് കാരണം മോവായപ്പം ഇന്നലെ അടച്ചു വെച്ചു. അപ്പം ഇന്ന് അതെല്ലാം വിരിഞ്ഞു, ഒരുവിധം വിരിഞ്ഞു. അപ്പം അതിനൊക്കെ പറിച്ചെടുത്തു കേട്ടോ. കഴിഞ്ഞു കേട്ടോ, മതി. ഏട്ടൻ പിന്നെയും അവിടെയൊക്കെ തപ്പാൻ പോകുക കേട്ടോ. ചപ്പിൻ്റെ ഉള്ളിലും ആവശ്യത്തിന് കിട്ടി. നമ്മുടെ വീടിന്റെ ഫ്രണ്ടാണ് കേട്ടത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായില്ലേ. കാലത്ത് മുതൽ ഇതാണ് പരിപാടി. ഞങ്ങളുടെ സത്യം ഇന്ന് പണിയിലായിരുന്നു. മഴയാണ്, നോക്കിയാൽ മഴയാണ്. അപ്പോൾ പണിക്ക് പോയില്ല. കാലത്ത് മുതൽ ഇതാണ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് കുറച്ച് തുടങ്ങി. പിന്നെ കാലത്ത് ഉച്ചയാകുമ്പോൾ വീണ്ടും പറിച്ചു. കാരണം വലുതാകും തോറും പറിച്ചില്ലെങ്കിൽ കേടുവന്നില്ല. പറിച്ചു വന്നിട്ടില്ലേ. ആയിരത്തി കൂട്ടുകാർ ഫ്രണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിനും കൊടുത്തു, ഇവരുടെ ബാക്കിയുള്ള ഫ്രണ്ടിനും കൊടുത്തു. അപ്പോൾ 3-4-5 പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ബാക്കിയുള്ളത് കൂടി പറിച്ചു. നാളേക്ക് എടുത്ത് വെച്ചാൽ ചിലപ്പോൾ കേട് വന്നു. അതുകൊണ്ട് ഇന്ന് തന്നെ പറിച്ചു വെച്ച് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ പോലും കിട്ടില്ല. കാരണം അത് ഇരുന്നപ്പോൾ അവസാനിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇതാണ് ഞങ്ങളുടെ. അപ്പോൾ കഴിഞ്ഞു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.